ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണിംഗ് ലൂ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 8 സയൻസ് ചാപ്റ്റർ 1 ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ്. ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. 3 പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്റർ അപ്ലോഡ് ചെയ്യുക. 4th പാർട്ടിൽ NCERT ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വേണ്ടി മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ക്രോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ്, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് എന്താണ് ക്രോപ്പ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്സ് ഏതാണ്, ആൻഡ് ബേസിക് പ്രാക്ടീസസ് ഫോർ ക്രോപ്പ് പ്രൊഡക്ഷൻ. ഒരു ക്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് 7 സ്റ്റെപ്സാണ് വരുന്നത്. ഈ ഒരു 7 സ്റ്റെപ്സിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ. അപ്പോൾ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പഹേലിയും പൂജവും കൂടെ അങ്കിളുടെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ വെച്ചിട്ട് പഹേലി ഒരുപാട് ടൂൾസ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ടൂൾസൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നത് പഹേലി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ബോഡിയിലെ ഏത് പ്രോസസ്സാണെങ്കിലും ഡൈജഷൻ, റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ, ഏത് പ്രോസസ്സ് ആണെങ്കിലും നമുക്ക് എന്താവശ്യമുണ്ട്? എനർജി ആവശ്യമുണ്ട്. അപ്പോൾ ഈ എനർജി നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന്. ഈ ഫുഡ് ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്ലാന്റ്സ് അല്ലേ? അപ്പോൾ പ്ലാന്റ്സ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് ഒരു പേരുണ്ട്. എന്താ? ഫോട്ടോസിന്തസിസ്. നമ്മൾ 6th 7th പഠിക്കുന്നതാണ്. ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് വഴിയാണ് പ്ലാന്റ്സ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആനിമൽസും ഹ്യൂമൻസും ഒക്കെ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാണ്, ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫുഡിന് വേണ്ടിയിട്ട്. ഇങ്ങനത്തെ കുറച്ച് ജനറൽ കാര്യങ്ങളാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് മെയിൻ ടോപ്പിക്കിലോട്ട് പോവാം, അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. സോ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് എന്താണ്? നൊമാഡിക് പീപ്പിൾസ്. നിങ്ങൾ നൊമാഡിക് പീപ്പിൾസിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടോ? നൊമാഡിക് പീപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു വാണ്ടേഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ഇൻ സെർച്ച് ഓഫ് ഫുഡ് ആൻഡ് ഷെൽട്ടർ. ഫുഡിനും ഷെൽട്ടറിന് വേണ്ടിയിട്ട് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് പോകുന്നവരാണ് നമ്മൾ നൊമാഡിക് പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു 10,000 BC വരെയൊക്കെ ഈ നൊമാഡിക് പീപ്പിൾസ് റോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് കഴിച്ചിരുന്നത്. പിന്നീട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എന്ത്? ദേ കുഡ് കൾട്ടിവേറ്റ് ലാൻഡ് ആൻഡ് പ്രൊഡ്യൂസ് റൈസ്, വീറ്റ് ആൻഡ് അതർ ഫുഡ് ക്രോപ്സ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നതാണ്. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടേമാണ്. നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 1 വേർഡ് ആയിട്ടോ അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ ഒക്കെ ചോദിക്കാൻ പറ്റുന്നതാണ്. വാട്ട് ഈസ് ക്രോപ്പ്? When the same kind of a plant are grown and cultivated at one place on a large scale, it is called crop. So crop എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേപോലത്തെ പ്ലാന്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ലാൻഡിൽ ലാർജ് സ്കെയിലിൽ കൾട്ടിവേറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരു സെയിം കൈൻഡ് ഓഫ് പ്ലാന്റ് ലാർജ് സ്കെയിലിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രോപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്രോപ്പ് ഓഫ് വീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫീൽഡിൽ നമ്മൾ ഗ്രോ ചെയ്തിട്ടുള്ള എല്ലാ പ്ലാന്റ്സും എന്തായിരിക്കും? വീറ്റ് ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ക്രോപ്പ് ഓഫ് റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫീൽഡിൽ നമ്മൾ ഗ്രോൺ ചെയ്തിട്ടുള്ള എല്ലാ പ്ലാന്റ്സും എന്തായിരിക്കും? റൈസ് ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം, ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഇപ്പോൾ സിറിയൽസ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമുക്ക് അത് ഗ്രോ ചെയ്യുന്ന സീസൺസിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഇന്ത്യ എക്സാമ്പിൾ ആക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ക്ലൈമറ്റിക് കണ്ടീഷൻസ്, ഇപ്പോൾ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, റെയിൻഫോൾ, ഇതൊക്കെ ഒരു റീജിയനിൽ നിന്ന് മറ്റൊരു റീജിയനിലോട്ട് വാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 2 ടൈപ്സ് ഓഫ് ക്രോപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഖാരിഫ് ക്രോപ്സ് ആൻഡ് റാബി ക്രോപ്സ്. സോ ഫസ്റ്റ് ഡിസ്കസ് അബൌട്ട് ഖാരിഫ് ക്രോപ്പ്. ഖാരിഫ് ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിനി സീസണിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സിനാണ് നമ്മൾ ഖാരിഫ് ക്രോപ്സ് എന്ന് പറയുന്നത്. സോ ഇന്ത്യയിലെ റെയിനി സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലി ഫ്രം ജൂൺ ടു സെപ്റ്റംബർ ആണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഗ്രോ ചെയ്യുന്ന ക്രോപ്സ് ഏതാണ്? പാഡി, മെയ്സ്, സോയാബീൻ, ഗ്രൗണ്ട്നട്ട്, കോട്ടൺ എക്സെട്ര. ഇവരാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഖാരിഫ് ക്രോപ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് പഠിക്കുക. റെയിനി സീസണിൽ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ഖാരിഫ് ക്രോപ്സ് എന്ന്. അപ്പോൾ വിൻ്റർ സീസണിലാണെങ്കിൽ നമ്മൾ എന്താ പറയുക? റാബി ക്രോപ്സ്. ദ ക്രോപ്സ് ഗ്രോൺ ഇൻ ദ വിൻ്റർ സീസൺ ആർ കോൾഡ് റാബി ക്രോപ്സ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ വിൻ്റർ സീസണിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ ടു മാർച്ച് ആണ്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ ഗ്രോ ചെയ്യുന്ന ക്രോപ്സിന് നമ്മൾ എന്താ പറയുക? റാബി ക്രോപ്സ്. എക്സാമ്പിൾസ് നോക്കുക: വീറ്റ്, ഗ്രാം, പീ, മസ്റ്റാർഡ് ആൻഡ് ലിൻസീഡ്. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് ഓഫ് ക്രോപ്സാണ് നമ്മൾ പഠിച്ചത്, ഖാരിഫ് ക്രോപ്സും റാബി ക്രോപ്സും. ബാക്കി പൾസസും വെജിറ്റബിൾസും ഒക്കെ നമ്മൾ എപ്പോഴാണ് ഗ്രോ ചെയ്യുന്നത്? സമ്മർ സീസണിലാണ് ഗ്രോ ചെയ്യുന്നത്.
ഇനി നമ്മൾ ബേസിക് പ്രാക്ടീസസ് ഫോർ ക്രോപ്പ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. 7 സ്റ്റെപ്സ് ആണ് ഇതിൽ വരുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് പ്രിപ്പറേഷൻ ഓഫ് സോയിൽ, സെക്കൻഡ് വൺ ഈസ് സോയിങ്, തേർഡ് വൺ ഈസ് ആഡിങ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, ഫോർത്ത് വൺ ഈസ് ഇറിഗേഷൻ, ഫിഫ്ത്ത് വൺ പ്രൊട്ടക്റ്റിംഗ് ഫ്രം വീഡ്സ്, സിക്സ്ത് വൺ ഹാർവെസ്റ്റിംഗ് ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് സ്റ്റോറേജ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് വൺ ഡിസ്കസ് ചെയ്താലോ, പ്രിപ്പറേഷൻ ഓഫ് സോയിൽ. അപ്പോൾ ഈ ഒരു 7 സ്റ്റെപ്സിനെയും കൂടിയിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളതിലെ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവുകയാണ്, പ്രിപ്പറേഷൻ ഓഫ് സോയിൽ. അപ്പോൾ ഒരു ക്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് സോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ഇൻ അഗ്രികൾച്ചർ ഈസ് ടു ടേൺ ദ സോയിൽ ആൻഡ് ലൂസൺ ഇറ്റ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പ്ലാന്റ് റൂട്ടൊക്കെ സോയിലിലോട്ട് ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്യും. സോ നമ്മൾ സോയിലൊക്കെ ലൂസൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ റൂട്ട്സിന് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ബ്രീത്ത് ചെയ്യാൻ പറ്റും വെൻ ദേ ഗോ ഡീപ്പ് ഇൻ ടു ദ സോയിൽ. അതുപോലെ തന്നെ ലൂസൻഡ് സോയിൽ മൈക്രോബ്സിൻ്റെയും എർത്ത് വേമിൻ്റെ ഒക്കെ ഗ്രോത്തിന് ഹെൽപ്ഫുള്ളാണ്. നമുക്കറിയാം എർത്ത് വേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്, ഫാർമേഴ്സ് ഫ്രണ്ടാണ് എർത്ത് വേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, സോയിലിൽ എന്തുണ്ട്, മിനറൽസും വാട്ടറും എയറും അതുപോലെ തന്നെ ഡെഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസൊക്കെ ഉണ്ട്. ഈ ഡെഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസിനൊക്കെ ഡീകമ്പോസ് ചെയ്തിട്ട് പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ന്യൂട്രിയൻസ് ആക്കിയിട്ട് മാറ്റുന്നത് ആരാണ്, ഈ പറയുന്ന സോയിൽ ഓർഗാനിസംസ് ആയിട്ടുള്ള മൈക്രോബ്സും എർത്ത് വേമുമാണ്. സോ അവരെ ഗ്രോത്തിന് എന്താവശ്യമാണ്, ലൂസൺ ചെയ്യുക. സോയിൽ ലൂസൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എർത്ത് വേമിൻ്റെയും മൈക്രോബ്സിൻ്റെയൊക്കെ ഗ്രോത്തിന് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, ഈ ഡീകമ്പോസ് ചെയ്യുന്ന ഡെഡ് ഓർഗാനിസംസിനെ ഡീകമ്പോസ് ചെയ്തിട്ടുള്ള ആ ന്യൂട്രിയൻസ് ആണ് ആര് അബ്സോർബ് ചെയ്യുന്നത്, നമ്മുടെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, സോ ന്യൂട്രിയൻറ്റ് റിച്ച് സോയിൽ, the turning and loosening of the soil brings the nutrient rich soil to the top so that the plants can use these nutrients. ഈ നമ്മൾ ഈ ടേണിങ് ആൻഡ് ലൂസനിങ് ഓഫ് ദ സോയിൽ ചെയ്യുന്നു പറഞ്ഞല്ലോ, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. ഇനി നമുക്കിവിടെ 2 പേരുകൾ പഠിക്കാനുണ്ട്. ഒന്ന് ദ പ്രോസസ് ഓഫ് ലൂസനിങ് ആൻഡ് ടേണിങ് ഓഫ് ദ സോയിൽ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടില്ലിങ് ഓർ പ്ലോയിങ്. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ്, അതിനെ നമ്മൾ പ്ലോ എന്ന് പറയും. സോ ഈ പ്ലോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പിക്ചർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പ്ലോ ഉണ്ടാക്കുന്നത് വുഡ് അല്ലെങ്കിൽ അയൺ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ സോയിൽ ഭയങ്കര ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലോയിങ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒന്ന് വാട്ടർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, സോ ഇനി പ്ലോയിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്ലോയിങ് ചെയ്യുന്ന നമ്മുടെ ഫീൽഡിൽ ചിലപ്പോൾ ബിഗ് പീസസ് ഓഫ് സോയിൽസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ബിഗ് പീസസ് ഓഫ് സോയിൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രംസ് എന്ന്. അപ്പോൾ നമ്മൾ പ്ലോയിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, ഈ ഒരു ക്രംസിനെ നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വരും. ആ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് പ്ലാങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്, നമ്മുടെ സോയിലിനെ ലൂസൺ ചെയ്തു, അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ക്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്, സോയിൽ പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലോ എന്ന് പറഞ്ഞ ടൂളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ സോയിലിനെ ലൂസൺ ചെയ്തു. ഇനി നമുക്ക് ഈ ഫീൽഡിനെ ഒന്ന് എന്ത് ചെയ്യണം, ലെവൽ ചെയ്യണം. സോയിങ്ങിനും അതുപോലെ തന്നെ ഇറിഗേഷൻ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഫീൽഡിനെ നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ആ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലെവലർ, അല്ലേ? ലെവലറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ആ ഒരു ഫീൽഡിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നത്. ഇനി ചില സമയത്ത് നമ്മൾ ഈ പ്ലോയിങ്ങിൻ്റെ സമയത്ത് മാനൂറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്തിനാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സോയിലും മാനൂറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് പ്രോസസ്സ് പ്രിപ്പറേഷൻ ഓഫ് സോയിലാണ്. അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്ലോയിങ് ഓർ ടില്ലിങ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സോയിലിനെ ലൂസൺ ചെയ്യുന്നത്, അതുപോലെ തന്നെ ലൂസൺ ചെയ്യുന്ന സമയത്ത് ക്രംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ക്രംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് പീസസ് ഓഫ് സോയിൽ, അതിന് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് പ്ലാങ്ക് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ലെവലിംഗ് ഓഫ് ദ ഫീൽഡ് നമ്മൾ ചെയ്യുന്നത് ലെവലർ വെച്ചിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ദ സോയിലിൽ പറഞ്ഞത്. ഇനി കുറച്ച് അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു കുഞ്ഞു ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ നമുക്ക് കുറച്ച് ടൂൾസിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ സീഡ്സ്, അല്ലേ, നമ്മൾ വിത്ത് ഫീൽഡിലിടുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, അവിടെയുള്ള സോയിൽ പീസസൊക്കെ, ബിഗ് സോയിൽ പീസസ്, അതിന് നമ്മൾ എന്താ പേര് പറഞ്ഞത്, ക്രംസ്, അല്ലേ? ക്രംസിനൊക്കെ ഒന്ന് നമുക്ക് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടൂൾസ് യൂസ് ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും മെയിനായിട്ട് ടൂൾസാണ് പ്ലോ, ഹോ ആൻഡ് കൾട്ടിവേറ്റർ. ഈ 3 ടൂൾസിനെ പറ്റിയിട്ടാണ് നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സിലുള്ള ഓരോ ടൂൾസിനെ പറ്റിയിട്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഈ ഒരു ക്ലാസ്സിലെടുത്തത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്.
ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.